അപ്പോൾ നമ്മുടെ ഓണപരീക്ഷ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ അവസാന എക്സാം ആയിട്ടുള്ള കെമിസ്ട്രിയും ബയോളജിയും അത്യാവശ്യം എളുപ്പമായിരുന്നോ പാടായിരുന്നോ? എന്താ നിങ്ങളുടെ അഭിപ്രായം? എനിക്ക് തോന്നുന്നു ബയോളജി കുറച്ച് എളുപ്പമായിരുന്നെങ്കിൽ കെമിസ്ട്രി ഇച്ചിരി പാടായിരുന്നു. ചോദ്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല നിലവാരമുള്ള ചോദ്യങ്ങളായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത്. സോ ഇത്രത്തോളം നിലവാരത്തിൻ്റെ ഒരു ആവശ്യം ഇപ്പോൾ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ ഇല്ല, അല്ലേ? ഒരു ദിവസം 2 പരീക്ഷയൊക്കെ വരുന്ന രീതിക്ക് ആ ഒരു സാഹചര്യത്തിൽ ഇത്രത്തോളം പാടൊരു ചോദ്യ പേപ്പറിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ നല്ല സ്റ്റാൻഡേർഡ് ചോദ്യം തന്നെ ആയിരുന്നു. ഒരുപാട് പാടെന്നൊന്നും പറയാനില്ല, പക്ഷേ വായിച്ച് മനസ്സിലാക്കി എടുക്കുന്നതിലാണ് ഒരു ബുദ്ധിമുട്ട് നേരിടുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ചിലർക്ക് നല്ല ഈസി ആയിരുന്നിരിക്കും, നല്ല കാര്യം. ചിലർക്ക് കുറച്ച് പാടായിരുന്നു എന്നാണ് പൊതുവിൽ പറഞ്ഞു കേട്ടത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ചോദ്യ പേപ്പർ നോക്കാം. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ചോദ്യം നോക്കിക്കഴിഞ്ഞാൽ, ഞാൻ ഒരു തൽക്കാലം ഒരു തട്ടിക്കൂട്ട് ആൻസർ കീ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. മിസ്റ്റേക്സ് വല്ലതും കടന്നുകൂടിയിട്ടുണ്ടോ എന്ന് അറിയില്ല. നിങ്ങൾ എന്ത് ചെയ്യണം, എന്തെങ്കിലും കാണുകയാണെങ്കിൽ കമൻ്റായിട്ട് പറയുക. ഓക്കെ, PDF നോക്കാൻ താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക, ടെലഗ്രാമിൽ പോയാൽ മതി. അവിടെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, PDF അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ ഫങ്ഷണൽ ഗ്രൂപ്പ് പ്രസൻറ്റ് ഇൻ അസറ്റോൺ? അസറ്റോണിനകത്തുള്ള ഫങ്ഷണൽ ഗ്രൂപ്പ് ഏതാണ്? കീറ്റോ ഗ്രൂപ്പാണ് കറക്റ്റ് ഉത്തരം എന്ന് പറയുന്നത്. അടുത്ത് മാച്ച് ദ ഫോളോയിങ് ആണ് രണ്ടാമത്തെ ചോദ്യം. ഒരു ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുക. ചോദ്യ പേപ്പർ നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ. അപ്പോൾ എനിക്കൊരു കുട്ടി അയച്ചു തന്ന ഫോട്ടോയാണിത്. അപ്പോൾ അതിൽ ഇത്ര ക്ലാരിറ്റി ഉണ്ടായിരുന്നുള്ളൂ. മാച്ച് ദ ഫോളോയിങ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് പഠിപ്പിച്ച സമയത്ത്. ഉറപ്പാണ് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ നമ്മുടെ SCRTക്ക് ഭയങ്കര ഇഷ്ടമാണെന്നൊരു മാറ്റവും വന്നില്ല, അതുപോലെ വന്നു. നമ്മൾ പ്രഡിക്ഷൻ ഒന്നും ചെയ്തില്ലെങ്കിലും പഠിപ്പിച്ച സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന്. അനാൽജസിക്സ് എന്ന് പറയുന്നത് ആൻറ്റിപൈററ്റിക്സ്, ആൻറ്റിബയോട്ടിക്സ് എന്തൊക്കെയാണ്? അനാൽജസിക്സ് ആൻറ്റിപൈററ്റിക്, പനി മാറാൻ പൈററ്റിക് എന്ന് ഞാൻ അന്ന് പറഞ്ഞു തന്നിരുന്നു. ആൻറ്റിബയോട്ടിക് എന്താണ്? ഓർഗാനിസങ്ങൾ മാറാനായിട്ടും. അനാൽജസിക്സ് എന്താണ്? നമ്മുടെ പെയിൻ മാറാൻ വേണ്ടിയിട്ടുമാണ്. സോ കറക്റ്റ് ഉത്തരം എന്ന് പറയുന്നത് അനാൽജസിക്സ് എന്ന് പറയുന്നത് 3 ആണ്, അല്ലേ? A പറയുന്ന 3 ആണ്, B എന്ന് പറയുന്ന 1 ആണ്. ഓപ്ഷൻ C ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മുടെ ഓപ്ഷൻ ഇവിടെ B ആണ് കിടക്കുന്നത്. B ആണോ നോക്കിയേ, B നോക്കട്ടെ. B എന്ന് പറയുമ്പോൾ A1 അല്ലല്ല, C തന്നെയാണ് കറക്റ്റ് ആൻസർ, അല്ലേ? A എന്ന് പറയുന്നത് 1, A എന്ന് പറയുന്നത് 3. കണ്ടോ, സമയം വെറുതെ പോവുകയാണ്, അല്ലെ? ഇങ്ങനത്തെ സത്യം പറഞ്ഞാൽ വരച്ച് കാണിക്കാൻ പറഞ്ഞെങ്കിൽ പോലും നമുക്ക് ഇതിനേക്കാൾ എളുപ്പം എന്ത് ചെയ്യാൻ പറ്റും, ചെയ്യാൻ പറ്റും. ഇത് നോക്കി ചെയ്യുമ്പോഴാണ് സമയം വെറുതെ പോകുന്നത്, അല്ലേ? അപ്പോൾ അനാൽജസിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റിലീവ് പെയിൻ ആണ്. അപ്പോൾ A എന്ന് പറയുന്നത് സ്മോൾ a ഇതല്ലേ, അപ്പോൾ സ്മോൾ a എന്ന് പറയുന്നത് 3 ആണ്. സ്മോൾ a 3. അടുത്ത് B എന്ന് പറയുന്നത് 1 ആണ്. B എന്ന് പറയുന്നത് 1. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ആൻസർ C ആണ് കേട്ടോ. ഇവിടെ ഞാൻ ടേബിൾ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഓപ്ഷൻ നോക്കി എഴുതിയപ്പോൾ എനിക്ക് തെറ്റുപറ്റി. കണ്ടോ, C ആണ് നമ്മുടെ കറക്റ്റ് ഉത്തരം എന്ന് പറയുന്നത്. എൻ്റെ ഒരു മാർക്കോടെ പോയേനെ. അടുത്ത മൂന്നാമത്തെ ചോദ്യം, ആൻ ആൽക്കീൻ X ഹാസ് 4 കാർബൺ ആറ്റംസ് undergo thermal cracking to get the products Y and Z. Symbols are not real. Choose the correct options from the following. അപ്പോൾ 4 കാർബണുള്ള ഒരാൾ, അല്ലെ? 4 കാർബണുള്ള ഒരു ആൽക്കീൻ, സിംഗിൾ ബോണ്ടാണ്, കുഴപ്പമില്ല. തെർമൽ ക്രാക്കിങ്ങിൽ ഏർപ്പെട്ടു, പ്രോഡക്റ്റ് ഉണ്ടായി. കറക്റ്റ് ഉത്തരം എന്നാണ്. സോ ഇവിടെ ഒന്നാമത്തെ ഓപ്ഷൻ നമുക്ക് ആദ്യം തന്നെ കട്ട് ചെയ്യാം. കാരണം 4 കാർബണുണ്ട്, ഇവിടെ 3 കാർബണേ ഉള്ളൂ. ഇവിടെയും 3 കാർബണേ ഉള്ളൂ. ഇവിടെ 4 കാർബൺ ഉണ്ട്, പക്ഷേ രണ്ടിടത്തും ഡബിൾ ബോണ്ട് ആയതുകൊണ്ട് തെർമൽ ക്രാക്കിംഗ് ആവത്തില്ല. തെർമൽ ക്രാക്കിങ്ങിൽ എന്താ പറ്റുന്നത്? താപീയ വിഘടനം എന്ന് പറയുമ്പോൾ വലിയൊരു മോളിക്യൂൾ സെപ്പറേറ്റ് ആയിട്ട് ഒരു ആൽക്കീനും ഒരു സിംഗിൾ ബോണ്ടും ഡബിൾ ബോണ്ടും ഉണ്ടാവുമെന്ന. അപ്പോൾ എനിക്ക് തോന്നുന്നു D ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നു, അല്ലേ? അതെ, D ആണ് നമ്മുടെ ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, നാലാമത്തെ ചോദ്യത്തിൽ എന്താ പറയുന്നത്? സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് L ഷെൽ കണ്ടെയ്ൻസ് മാക്സിമം ഓഫ് 8 ഇലക്ട്രോൺസ്. സ്റ്റേറ്റ്മെൻറ്റ് 2, L ഷെൽ ഹാസ് 5 ഓർബിറ്റൽസ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓപ്ഷൻ ഈസ് ട്രൂ റിഗാർഡിംഗ് ദി സ്റ്റേറ്റ്മെൻറ്റ്? അപ്പോൾ L ഷെൽ എന്ന് പറയുമ്പോൾ KL, അല്ലേ? രണ്ടാമത്തെ ഷെല്ലാണ്. രണ്ടാമത്തെ ഷെല്ലിൽ 8 ഇലക്ട്രോൺ ആണോ കൊള്ളുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെ, 8 ഇലക്ട്രോൺ ആണ് എന്ത് ചെയ്യുന്നത്, കൊള്ളുന്നത്. അത് നമുക്കറിയാം. L ഷെൽ ഹാസ് 5 ഓർബിറ്റൽസ് എന്ന് പറയുന്നത് നമുക്കറിയാം 2sഉം 2pയും ആണ് വരുന്നത്. എസ്സിൽ ഒരു ഓർബിറ്റലും ഇതിൽ 3 ആകുമ്പോൾ 3+1 4 ഓർബിറ്റലേ വരത്തുള്ളൂ. ഇവിടെ 5 ഓർബിറ്റൽ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് 2 തെറ്റാണ്. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരി, പക്ഷേ 2 ഈസ് കറക്റ്റ്. അപ്പോൾ ഓപ്ഷൻ B ആണ് നമ്മുടെ കറക്റ്റ് ഉത്തരം, അല്ലേ? അതെ, കറക്റ്റ് B ആണ് നമ്മുടെ കറക്റ്റ് ഉത്തരമെന്ന് പറയുന്നത്. ഞാനതിൻ്റെ എക്സ്പ്ലനേഷൻ കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് വേണമെങ്കിൽ വായിച്ച് നോക്കാം. ഓക്കെ, അതാ കണ്ടോ, ഇവിടെ നമുക്ക് 4 എണ്ണേ വരത്തുള്ളൂ. ഇവിടെ 5 ഉണ്ട്. സോ അതെന്താണ്, ഇൻകറക്റ്റ് ആണ്. ഒന്നിനകത്താണെങ്കിൽ നമുക്കറിയാം 8 ഇലക്ട്രോൺസ് വരും. ഓക്കെ, 2n². നമുക്കതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ, അല്ലേ, റിവിഷനിൽ പറഞ്ഞതാണെന്നാണ് എൻ്റെ ഓർമ്മ. അടുത്ത 5ാമത്തെ ചോദ്യം നോക്കിക്കഴിഞ്ഞാൽ 5ാമത്തെ ചോദ്യത്തിന് ഞാൻ സ്ക്രീൻ ഒന്ന് അറേഞ്ച് ചെയ്തോട്ടെ. ഓക്കെ, 5ാമത്തെ ചോദ്യം നോക്കിയാൽ ആരോമാറ്റിക് ഹൈഡ്രോ കാർബൺ, ആരോമാറ്റിക് ആണ്, അപ്പോൾ റിംഗ് ആണ്. ഹാസ് 6 കാർബൺ ആറ്റംസ് ആൻഡ് 6 ഹൈഡ്രോജൻ ആറ്റം ഇൻ ഇറ്റ്സ് മോളിക്യൂൾ.
ഡ്രോ ദ സ്ട്രക്ചർ ഓഫ് ദ കോമ്പൗണ്ട് ഒബ്റ്റെയിൻഡ് വെൻ എ ഹൈഡ്രോജൻ ആറ്റം ഓഫ് ദിസ് കോമ്പൗണ്ട് ഇസ് റീപ്ലേസ്ഡ് വിത്ത് OH ഗ്രൂപ്പ് അല്ലേ. ആരോമാറ്റിക് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ആലിഫാറ്റിക്, ആലിസൈക്ലിക്, ആരോമാറ്റിക്. അതിനകത്ത് ഒരെണ്ണം മാറി OH വന്നു. അപ്പോൾ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇതാണ്. ഇതെന്താണ്? ഒരു ഫിനോളാണ്. നെയിം ഓഫ് ദ കോമ്പൗണ്ട്, റൈറ്റ് ദ നെയിം ഓഫ് ദ കോമ്പൗണ്ട് എന്താണ്? ഫിനോളാണ്. ഇതാണ് അതിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. സോ ഇതാണ് നമ്മുടെ കറക്റ്റ് ഉത്തരം. ഓക്കെ, OH ഫിനോളാണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. ആറാമത്തെ ചോദ്യം, വാട്ട് ഈസ് മീൻ ബൈ കമ്പഷൻ? കമ്പഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഓക്സിജൻ്റെ പ്രസൻസിൽ കത്തുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കമ്പഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ പ്രോഡക്റ്റായിട്ട് എന്തൊക്കെ ഉണ്ടാവും? ഹീറ്റും ലൈറ്റും ഫോം ചെയ്യും. അങ്ങനെ ഒരു ബ്യൂട്ടൈൻ കത്തുമ്പോൾ നമുക്ക് എന്ത് കിട്ടുമെന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. മെത്ത് എത്ത് പ്രൊപ്പ് ബ്യൂട്ട്, 4 കാർബൺ അല്ലേ, 10 ഹൈഡ്രജൻ അല്ലേ, C4H10 ആണ്. ഇതെന്ത് ചെയ്യുന്നു? ഓക്സിജൻ്റെ പ്രസൻസിലാണ് കത്തുന്നത്. നമുക്ക് എന്തൊക്കെ കിട്ടും? കാർബൺ ഡൈ ഓക്സൈഡും അതുപോലെ തന്നെ വാട്ടറുമാണ് കിട്ടുന്നത്. ബാലൻസ് ചെയ്യണം. ബാലൻസ് ചെയ്യാൻ അറിയാമെന്ന് വിശ്വസിക്കുന്നു. ബാലൻസ് ചെയ്യുമ്പോൾ നമുക്കിവിടെ 2 വരും. കാരണം ഇവിടെ കാർബൺ എന്ന് പറയുന്നത് 2, ഇവിടെ 4 ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ഇട്ട് കൊടുക്കും? 8 അല്ലെ, 8 CO2 വരും. അതാ ഇവിടെ ഞാൻ ബാലൻസ് ചെയ്തിട്ടുണ്ട്, 10 O2 വരും. ഓക്കെ, ബാലൻസിങ് അറിയാമെന്ന് വിശ്വസിക്കുന്നു. പല കുട്ടികളും അറിയില്ല എന്ന് പറഞ്ഞിരുന്നു, പക്ഷേ ഒരു വീഡിയോ ഇടാൻ ഞാൻ വിട്ടുപോയി. അടുത്ത പരീക്ഷയ്ക്ക് മുമ്പ് എന്തായാലും അത് ഇടാം. ഓക്കെ, 7ാമത്തെ ചോദ്യം, അനലൈസ് ദ ഫോളോയിങ്. പ്രൊപ്പൈൻ ഓക്കെ ഉണ്ട്. 1 ഹൈഡ്രോജൻ ആറ്റം ഈസ് റീപ്ലേസ്ഡ് ബൈ OH ഗ്രൂപ്പ്. മെത്ത് എത്ത് പ്രൊപ്പ് 3. എനിക്ക് ഉത്തരം അയച്ചു തന്ന കുട്ടി ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? അതൊക്കെ കറക്റ്റായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. പ്രൊപ്പൈൻ ഉണ്ട്. പ്രൊപ്പൈനിൻ്റെ ഒരു ഹൈഡ്രോജൻ റീപ്ലേസ് ചെയ്ത് OH വന്നാൽ എന്താവും? മെത്ത് എത്ത് പ്രൊപ്പ് അല്ലേ, മെത്ത് എത്ത് പ്രൊപ്പ് OH പ്രൊപ്പനോളായിട്ട് മാറും അല്ലേ. സ്ട്രക്ചറൽ ഫോർമുല എഴുതാനാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എന്താണ്? CH3 CH2 CH2 OH എന്ന് വരും അല്ലേ. ഇവിടെ 3-ലെ ഒരു ഹൈഡ്രോജൻ മാറിയിട്ട് 2 OH ആയിട്ട് മാറും. IUPAC നെയിം എന്താണ്? മെത്ത് എത്ത് പ്രൊപ്പ് 1 പ്രൊപ്പനോളെന്നോ പ്രൊപ്പൻ 1-ഓളെന്നോ നമുക്ക് എന്ത് ചെയ്യാം? പറയാനായിട്ട് സാധിക്കും. ഓർ ചോദ്യമുണ്ട്. 1 മോളിക്യൂൾ ഓഫ് ആൻ ആലിഫാറ്റിക് ഓർഗാനിക് കോമ്പൗണ്ട് ഹാസ് 6 കാർബൺ ആറ്റം. ഇറ്റ് ഈസ് ഐഡൻറ്റിഫൈഡ് ആസ് എ സാച്ചുറേറ്റഡ് കാർബോക്സിലിക് ആസിഡ്. ട്രൈ ദ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് ദ കോമ്പൗണ്ട്. 6 കാർബൺ ആറ്റം വരുന്ന ഒരു കാർബോക്സിലിക് ആസിഡ് ഏതാണ്? ആലിഫാറ്റിക് ആണ് അല്ലേ. ആലിഫാറ്റിക് എന്ന് പറയുമ്പോഴത്തേക്കും എന്താ പറയുന്നത്? ആലിഫാറ്റിക് ഓർഗാനിക് കോമ്പൗണ്ട് എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ എന്താ വരുന്നത് നമുക്ക് അല്ലേ? ആലിഫാറ്റിക് എന്ന് പറയുമ്പോൾ സ്ട്രൈറ്റ് ചെയിൻ അല്ലേ. ആരോമാറ്റിക്കും ആലിസൈക്ലിക്കുമാണ് ഉള്ളത്. അപ്പോൾ എത്ര കാർബൺ ഉണ്ട്? 6 കാർബൺ ആറ്റം ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് കാർബോക്സിലിക് ആസിഡ് ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ 1, 2, 3, 4, 5 എണ്ണം എഴുതണം. 6ാമത്തെ കാർബൺ എന്ന് പറയുന്നത് ഏതാണ്? കാർബോക്സിലിക് ആസിഡിൻ്റെ തന്നെ കാർബൺ ആണ് അല്ലേ. കാർബോക്സിലിക് ആസിഡ് എന്ന് പറയുമ്പോൾ COOH ആണ്, ആ കാർബൺ ആണ്. പലപ്പോഴും കുട്ടിയൊക്കെ തെറ്റിപ്പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ 6 കാർബൺ എഴുതും. 3, 4, 5, 6 എഴുതിയിട്ട് 7ാമതായിട്ട് ഈ COOHനെ ആഡ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾക്ക് പലർക്കും ഇവിടെ തെറ്റ് വന്നിട്ടുണ്ടാവുക. അതിൻ്റെ ആവശ്യമില്ല, പഠിപ്പിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. IUPAC നെയിം എഴുതാനാണ് പറയുന്നത്. കോമ്പൗണ്ട് ഓഫ് ദിസ് ഫാമിലി വിത്ത് 5 കാർബൺ ആറ്റം. അപ്പോൾ ഇതിനകത്തൊക്കെ ആണെങ്കിൽ മെത്ത് എത്ത് പ്രൊപ്പ് ബ്യൂട്ട് പെൻറ്റ് ഹെക്സ് അല്ലേ, ഹെക്സനോയിക് ആസിഡ് ആണ്. എന്നാൽ അതിൽ 5 എണ്ണം വരുമ്പോൾ ഹെക്സ് മാറി പെൻറ്റാവും. പെൻറ്റനോയിക് ആസിഡ് ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. 8ാമത്തെ ചോദ്യം, റൈറ്റ് ദ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് ദ ഗിവൺ കോമ്പൗണ്ട്. 2,2 ഡൈബ്രോമോ പ്രൊപ്പൈൻ ആണ്. അപ്പം മെത്ത് എത്ത് പ്രൊപ്പ്, അതിൽ സെക്കൻഡ് പൊസിഷനിൽ 2 ബ്രോമിൻ ആഡ് ചെയ്തിരിപ്പുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇവിടെ ഒരു C കൂടി ആഡ് ചെയ്തോളേ. അപ്പോൾ ഇവിടെ CH3 അല്ലേ, ഇവിടെ 1, 2, 3, 4 C തന്നെ ഉള്ളൂ, CH3 അല്ലേ. ഇവിടെ ബ്രോമിനും വരും. അപ്പോൾ 2 ബ്രോമിൻ, 1 ബ്രോമിൻ, 2 ബ്രോമിൻ. അപ്പോൾ 2,2 ഡൈബ്രോമോ എന്താണ്? മെത്ത് എത്ത് പ്രൊപ്പൈൻ. അടുത്ത് പ്രൊപ്പൈൻ, PROP YNE, ANE ENE YNE ആകുമ്പോൾ ട്രിപ്പിൾ ബോണ്ടാണ്. മെത്ത് എത്ത് പ്രൊപ്പ്, അപ്പോൾ 3 കാർബൺ ഉണ്ട്. അതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഏതെങ്കിലും ഒരു കാർബൺ ട്രിപ്പിൾ ബോണ്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ CH3യും വരും. ഇതാണ് നമ്മുടെ കറക്റ്റ് ഉത്തരവെന്ന് പറയുന്നത്. ഇതൊക്കെ സിമ്പിൾ ചോദ്യങ്ങളാണ്, വലിയ ട്വിസ്റ്റൊന്നും ഞാനിവിടെ പ്രതീക്ഷിക്കുന്നില്ല. അല്ലെങ്കിൽ തെറ്റിപ്പോകാനൊന്നും ഒക്കെ ഡയറക്റ്റ് അല്ല, എങ്കിലും എളുപ്പമായിരുന്നു അല്ലേ. സത്യം പറ, പലർക്കും പല അഭിപ്രായങ്ങളാണ്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ചെയ്യുക. 9ാമത്തെ ചോദ്യം, 1 ഈഥൈൻ മോളിക്യൂൾ ഈസ് അലൗഡ് ടു റിയാക്ട് വിത്ത് 2 ക്ലോറിൻ മോളിക്യൂൾസ്. 1 ETHYNE ട്രിപ്പിൾ ബോണ്ടാണ്. വാട്ട് ഈസ് ദ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് ദ പ്രോഡക്റ്റ് ഒബ്റ്റെയിൻഡ്? ക്ലോറിനായിട്ട് ക്ലോറിനേഷനാണ് നടന്നത് അല്ലേ. അപ്പോൾ എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പേരെന്തുവാണ്? ഈഥൈൻ. അപ്പം 2 കാർബൺ ആറ്റം അല്ലേ, അവർക്കിടയിൽ ട്രിപ്പിൾ ബോണ്ടാണ് ഉണ്ടായിരുന്നത്. CH ട്രിപ്പിൾ ബോണ്ട് CH അല്ലേ. നമുക്ക് വേണമെങ്കിൽ Hന് ഇപ്പുറത്ത് എഴുതാം ഇല്ല. ഇവിടെ ഒരു ഹൈഡ്രോജൻ, ഇവിടെ ഒരു ഹൈഡ്രോജൻ ആണ് ഉണ്ടായിരുന്നത്. അതെന്ത് ചെയ്തു? ക്ലോറിനുമായിട്ട് റിയാക്ട് ചെയ്തു അല്ലേ. 2 ക്ലോറിനുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് പറ്റും? ഈ ക്ലോറിൻ ഓരോ സ്ഥലത്തായിട്ട് വന്ന് അറ്റാച്ച് ചെയ്യും അല്ലേ, വിത്ത്
2 ക്ലോറിൻ മോളിക്യൂൾ. അപ്പോൾ ഒരു മോളിക്യൂൾ Cl2, അപ്പോൾ 2 ക്ലോറിൻ മോളിക്യൂൾ ഉണ്ട്. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബോണ്ട് ബ്രേക്ക് സിംഗിൾ ബോണ്ട് ആവും. ഇവിടെയും എന്ത് വരും? ക്ലോറിൻ വരും. അപ്പോൾ ഇതാണ് നമ്മുടെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. പേരെന്താണ്? 1 1 2 2 മെത്ത് അല്ല 1 2 3 4. അപ്പോൾ ടെട്രാ ക്ലോറോ ഈഥൈൻ ANA ആയിട്ട് മാറും. അപ്പോൾ ട്രിപ്പിൾ ബോണ്ടുള്ള കോമ്പൗണ്ട് അല്ലേ എന്തായിട്ട് മാറും? CH ട്രിപ്പിൾ ബോണ്ട് CH എന്ന് പറയുന്ന കോമ്പൗണ്ടിൻ്റെ ട്രിപ്പിൾ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് ഇവിടെയും ക്ലോറിൻ വന്ന് ചേരും. 2 ക്ലോറിൻ മോളിക്യൂൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്, 2 ക്ലോറിൻ ആറ്റം അല്ല അല്ലേ. അപ്പോൾ 2 എണ്ണം അല്ല വരുന്നത്, 4 എണ്ണം ഉണ്ടാവും. Cl2 ആണ് ക്ലോറിൻ മോളിക്യൂൾ. അപ്പോൾ 4 എണ്ണം ഈ 4 സ്ഥലത്തും വന്ന് ചേർന്നിട്ടുണ്ടാവും. ഇതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. 10ാമത്തെ ചോദ്യം നോക്കാം. A saturated aliphatic hydrocarbon molecule contain total of 7 carbon atoms. There is a methyl group as a branch at the second carbon atom of its main chain. Draw the structure of this compound എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 7 കാർബൺ ആറ്റമാണ്. അതുണ്ടോ? അതിൽ 1 2 3 4 5 6 7 7 കാർബൺ ആറ്റത്തിൽ രണ്ടാമത്തേൽ ഒരു മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ രണ്ടാമത്തേൽ ഒരു CH3 ഉണ്ട്. ഇതാണ് അപ്പോൾ അതിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. സ്ട്രക്ചർ നിങ്ങൾക്ക് വരയ്ക്കാം, ബാക്കി ഹൈഡ്രജൻ എഴുതി ചേർക്കാം. IUPAC നെയിമാണ് ചോദിച്ചിട്ടുള്ളത്. 2 മീഥൈൽ അല്ലേ. അപ്പോൾ എന്താണ്? 2 മീഥൈൽ ഹെപ്റ്റെയിൻ ആണ് പേര്. 2 മീഥൈനുള്ള ഹെപ്റ്റെയിൻ. ഇപ്പുറത്ത് വരച്ചാലും തെറ്റൊന്നുമില്ല. 2 മീഥൈൽ ഹെപ്റ്റെയിൻ ആണ് നമ്മുടെ പേരെന്ന് പറയുന്നത്. 11ാമത്തെ ചോദ്യം. എ പോളിമർ ഈസ് യൂസ്ഡ് ടു കോട്ട് ദ ഇന്നർ സൈഡ് ഓഫ് എ കുക്ക് വെയർ. ഇതും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചോദിക്കും. ടെഫ്ലോൺ ആണ് അല്ലേ. എന്താണ്? ടെഫ്ലോൺ ആണ് അതിൻ്റെ പേര്. കോമൺ നെയിം ടെഫ്ലോൺ. IUPAC നെയിം എന്താണ്? ടെട്രാ ഫ്ലൂറോ ഈഥൈൻ അല്ലെങ്കിൽ പോളി ടെട്രാ ഫ്ലൂറോ ഈഥൈൻ ആണ് അതിൻ്റെ IUPAC നെയിം എന്ന് പറയുന്നത്. അടുത്ത് നൈലോൺ 66. ഞാൻ പറഞ്ഞു ചോദിക്കുമെന്ന് പറഞ്ഞിരുന്നു, ചോദിക്കും. ഞാൻ അല്ലേ മാരത്തോൺ ലൈവ് ഒന്നും ഇട്ടില്ലെങ്കിലും ഞാൻ പഠിപ്പിച്ച സമയത്തേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതൊക്കെ റിപ്പീറ്റ് അടിച്ച് വരുന്നതാണ്. 6 ഓർമ്മയുണ്ടല്ലോ. വാട്ട് ഈസ് ദ മോണോമർ ഓഫ് നൈലോൺ 66? ഹെക്സാമെഥിലീൻ ഡയമീനും അഡിപ്പിക് ആസിഡ്. നൈലോൺ എന്തിനു യൂസ് ചെയ്യുന്നു? മാനുഫാക്ചറിങ് ഓഫ് ഫാബ്രിക്സ്. പല ചോദ്യങ്ങളും അപ്പോൾ നിങ്ങൾക്ക് എവിടെയോ കേട്ടതായിട്ട് ഓർമ്മ ഉണ്ടാവും. എവിടെയാണ് കേട്ടത്? മോഡൽ ചോദ്യ പേപ്പർ വർക്കൗട്ട് ചെയ്യുന്ന വീഡിയോ ഞാൻ ഇവിടെ ഇട്ടിരുന്നു. ഞാനെന്നല്ല, പല ടീച്ചേഴ്സും യൂട്യൂബിലും നിങ്ങളുടെ സ്കൂളിലും ഒക്കെ തന്നിട്ടുണ്ടാവും. അന്ന് നിങ്ങളതിനെ വില കൊടുത്ത് കണ്ടിരുന്നെങ്കിൽ ഈ പറയുന്ന ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഒട്ടും സമയം വേസ്റ്റ് ചെയ്യാതെ എഴുതാൻ പറ്റിയില്ല. കുറേ ചോദ്യങ്ങൾ മോഡൽ ചോദ്യ പേപ്പറിൽ നിന്ന് അതുപോലെ വന്നിട്ടുണ്ട്. ഫിസിക്സിലും വന്നിട്ടുണ്ട്, സോഷ്യലിലും വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ വീഡിയോ ഇട്ടപ്പോൾ അല്ലെങ്കിൽ ഞാൻ ആ ക്ലാസ് ചെയ്തപ്പോൾ പറഞ്ഞത് ചോദിക്കും, അത് വീണ്ടും വരുമെന്ന് അല്ലേ. മോഡൽ ചോദ്യ പേപ്പറിൻ്റെ പാറ്റേൺ ഒക്കെ തന്നെയാണ് ഫൈനൽ എക്സാമിന് വരുന്നത്. കുറച്ചുകൂടി പാടായി എന്നുള്ളതേ ഉള്ളൂ, ബട്ട് ടോപ്പിക്കുകളൊക്കെ ഏതാണ്ട് സെയിം തന്നെയാണ്. അടുത്ത 12ാമത്തെ ചോദ്യം. അനലൈസ് ദ ഗിവൺ സ്ട്രക്ചർ. അതായത് ടെക്സ്റ്റ് ബുക്കുകൾ അതേ ചോദ്യമാണ് അല്ലേ. റൈറ്റ് ദ നമ്പർ ഓഫ് കാർബൺ ആറ്റം ഇൻ ദ ലോങ്ങസ്റ്റ് ചെയിൻ. 1 2 3 4 5 5 ഒന്ന് എഴുതാം. വാട്ട് ഈസ് ദ പൊസിഷൻ നമ്പർ ഓഫ് ദ കാർബൺ ആറ്റം ടു വിച്ച് ദ മീഥൈൽ ഗ്രൂപ്പ്സ് ആർ അറ്റാച്ച്ഡ്. ഈ 2 മീഥൈൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ ആറ്റത്തിൻ്റെ പൊസിഷൻ 3 ആണ്. IUPAC നെയിം എന്താ? 3 ഡൈ മീഥൈൽ പെൻറ്റെയിൻ. 3 ഡൈമീഥൈൽ പെൻറ്റെയിൻ ആണ് നമ്മുടെ ഇവിടുത്തെ കറക്റ്റ് ഉത്തരവെന്ന് പറയുന്നത്. 13ാമത്തെ ചോദ്യം. ഒരു കോമ്പൗണ്ട് ഉണ്ട് CH3CHO, മറ്റൊരു കോമ്പൗണ്ട് ഉണ്ട് CH3CH2CHO. അപ്പോൾ എന്താണ്? രണ്ടും ആൽഡിഹൈഡിനകത്ത് വരുന്നതാണ്. CHO എന്ന് പറയുമ്പോൾ ആൽഡിഹൈഡാണെന്ന് അറിയാമല്ലോ. ഇത് എത്തനാളും ഇതെന്താണ്? മെത്ത് പ്രൊപ്പനാളുമാണ്. റൈറ്റ് ദ നെയിം ഓഫ് ദ ഫാമിലി ടു വിച്ച് ദീസ് കോമ്പൗണ്ട്സ് ആർ ബിഹൈൻഡ്. ഏതാണ്? ആൽഡിഹൈഡാണ്. ഓക്കെ, ഏതാണ്? ആൽഡിഹൈഡ് ഫാമിലിയിലാണ് വരുന്നത്. റൈറ്റ് ദ IUPAC നെയിം ഓഫ് ദിസ് കോമ്പൗണ്ട്. ഇത് 1 2. അപ്പോൾ എന്താണ്? എത്തനാൾ. ഇത് 1 2 3 മെത്ത് പ്രൊപ്പനാളെന്ന് വരും. ഡ്രോ ദ സ്ട്രക്ചർ ഓഫ് എ കോമ്പൗണ്ട് ഹാവിംഗ് ദ സെയിം മോളിക്കുലർ ഫോർമുല ഓഫ് ദ കോമ്പൗണ്ട് 2. ഇതിൻ്റെ സെയിം മോളിക്കുലർ ഫോർമുലയും എന്നാൽ ഡിഫറൻറ്റ് ഫങ്ഷണൽ ഗ്രൂപ്പും. ആൽഡിഹൈഡിൻ്റെ ഫങ്ഷണൽ ഗ്രൂപ്പായിട്ട് വരുന്ന ഐസോമർ എന്ന് പറയുന്ന കീറ്റോൺ ആണ്. അപ്പോൾ ഇതാണ് സംഭവം. 3 കാർബൺ ആറ്റം ഉണ്ടാവണം. അത് നടുക്കത്തെ ഒന്നിനകത്ത് ഡബിൾ ബോണ്ട് വരും. പിന്നെ ഇവിടെ എന്താണ്? CH3, ഇവിടെ എന്താണ്? CH3. അപ്പം പ്രൊപ്പൻ 1 അല്ലേ. പ്രൊപ്പൻ 1 എന്ന് വരും. ഓക്കെ, അപ്പോൾ ഐസോമറിസം പഠിപ്പിച്ചപ്പോൾ ഇത് പറഞ്ഞു തന്നെയാണ്. ഈ ചാപ്റ്ററിൽ ഞാൻ മോഡൽ ചോദ്യ പേപ്പർ ചെയ്തപ്പോൾ നിങ്ങളുടെ അടുത്ത് ഞാൻ പറഞ്ഞിരുന്നു, ഐസോമറിസം എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് ചോദ്യം ഉണ്ടാകും. നമുക്ക് 3 4 ചോദ്യം വന്നിട്ടുണ്ട്. അപ്പോൾ ഐസോമറിസവും അതിൻ്റെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും തന്നിട്ടുള്ളതായിരുന്നു. അത് പഠിച്ച കുട്ടികൾക്ക് ഈസി ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ചിലപ്പോൾ ഈ ബയോളജി എല്ലാം കൂടെ കയറി വന്നപ്പോൾ പഠിക്കാൻ പറ്റാത്ത ഒരവസ്ഥ പലർക്കും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഈ എക്സാം കുറച്ച് ടഫായിട്ടുണ്ട്. അങ്ങനെയുള്ളതാണെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട. ഫൈനൽ എക്സാം ഒന്നും അല്ലല്ലോ. നമുക്ക് അടുത്ത എക്സാമിന് സെറ്റാക്കാം. ഒരു ചോദ്യം. പെൻഡൻ 2-1 പെൻഡൻ 3-1 ഐസോമേഴ്സ് ആണ്. ഓക്കെ, എന്തുവാണ് നമുക്കവിടെ
പൊസിഷനിലാണ് വ്യത്യാസം വന്നിരിക്കുന്നത് അല്ലേ. റൈറ്റ് ദ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് ദിസ് കോമ്പൗണ്ട്. പെൻഡൻ ടു 1, മെത്ത് എത്ത് പ്രൊപ്പ് ബ്യൂട്ട് പെൻഡ്. 1 എന്ന് പറയുമ്പോൾ ആരാണ്? കീറ്റോൺ ആണ് അല്ലേ. എവിടെയെങ്കിലും നിങ്ങൾ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇതാണ് സംഭവം. പെൻഡൻ 2 1. പെൻഡൻ 3 1 എന്ന് പറയുമ്പോൾ എന്ത് പറ്റും? 1 2 3 4 5. 2ൽ രണ്ടാമത്തെ പൊസിഷനിൽ വന്നപ്പോൾ പെൻഡൻ 2 1, മൂന്നാമത്തെ പൊസിഷനിൽ വന്നപ്പോൾ പെൻഡൻ 3 1 ആണ് വന്നേക്കുന്നത്. പൊസിഷൻ ഐസോമറുകളാണ്. ടു വിച്ച് ഫാമിലി ഏതാണ്? കീറ്റോ ഗ്രൂപ്പിനകത്ത് വരുന്നതാണ്. റൈറ്റ് ദ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് എ കോമ്പൗണ്ട് വിച്ച് ഹാസ് ദ സെയിം മോളിക്കുലർ ഫോർമുല ഓഫ് ദിസ് കോമ്പൗണ്ട് ബട്ട് ബിലോങ് ടു അനദർ ഫാമിലി. എന്താണ്? ഒരു ആൽഡിഹൈഡിനെ വരച്ചു കൊടുത്താൽ മതി. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു വന്നേ ഉള്ളൂ. അപ്പോൾ ആൽഡിഹൈഡും കീറ്റോണും പഠിച്ചവനെ 2 ചോദ്യം അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ അല്ലേ. എന്ത് ചെയ്താൽ മതി? 1 2 3 4 5, അഞ്ചാമത്തെ പൊസിഷനിൽ ഒരു CHO ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കവിടെ പെൻഡനാൾ കിട്ടും. ഉത്തരം കിട്ടും. സിമ്പിൾ അല്ലേ. അടുത്ത ചോദ്യം നോക്കിയേ. സ്റ്റാർട്ടിങ് ഫ്രം കാർബൺ മോണോക്സൈഡ്, ഹൗ വിൽ യു പ്രിപ്പയർ ദ ഫോളോയിങ് കോമ്പൗണ്ട്സ്? കാർബൺ മോണോക്സൈഡിൽ നിന്ന് മെത്തനോളും എത്തനോയിക് ആസിഡും പ്രിപ്പയർ ചെയ്യുന്നതാണ്. മോഡൽ ചോദ്യ പേപ്പറിൽ സെയിം ചോദ്യം വന്നിരുന്നു. കാർബൺ മോണോക്സൈഡിനോടൊപ്പം ഹൈഡ്രജൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മെത്തനോൾ കിട്ടും. ഈ മെത്തനോളിനോടൊപ്പം വീണ്ടും കാർബൺ മോണോക്സൈഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മെത്തനോയിക് ആസിഡും കിട്ടും. മെത്തലല്ലോ, എത്തനോയിക് ആസിഡും കിട്ടും. 2 കാർബൺ അല്ലേ. എത്തനോയിക് ആസിഡ് കിട്ടും. ടെക്സ്റ്റ് ബുക്കിലുള്ള സെയിം ചോദ്യം മോഡൽ ചോദ്യ പേപ്പറിലും ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെയും അതെന്ത് ചെയ്തു? റിപ്പീറ്റ് ചെയ്ത് വന്നു. റിയാക്ഷൻ കാണാതെ പഠിച്ച കുട്ടിക്ക് എഴുതാൻ പറ്റുള്ളൂ, അല്ലാത്തവൻ്റെ മാർക്ക് അവിടെ പോകും. ഇവിടെ നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും, ടെക്സ്റ്റ് ബുക്കിലുള്ളതല്ലാതെ പുറത്തുനിന്ന് ഒന്നും ചോദിച്ചിട്ടില്ല. ഞാൻ അന്നും പറഞ്ഞിരുന്നു, ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള റിയാക്ഷനുകളെങ്കിലും മിനിമം നിങ്ങൾ ഒരു തവണ പഠിച്ചിട്ട് വേണം പോകാനായിട്ട്. കിട്ടി. ദ സെയിം ചോദ്യം അതുപോലെ വന്നിട്ടുണ്ട്. 15ാമത്തെ ചോദ്യം. വെൻ ഈതൈൽ ആൽക്കഹോൾ ഈസ് ട്രീറ്റഡ് വിത്ത് കാർബോക്സിലിക് ആസിഡ് in the presence of concentrated H2SO4, a compound having a smell of pineapple is obtained. ഈതർ ആണ് അല്ലേ. ഇത് എസ്റ്റർ ആണ് ഫോം ചെയ്തിരിക്കുന്നത്. വാട്ട് ഈസ് ദ ജനറൽ നെയിം? എസ്റ്റർ ആണ്. കെമിക്കൽ ഇക്വേഷൻ എഴുതാൻ ചോദിച്ചിട്ടുണ്ട്. എന്താണ്? എസ്റ്റർ ആണ്. ഇക്വേഷൻ എന്താ പറ്റിയിരിക്കുന്നത്? നമ്മുടെ ആൽക്കഹോൾ, മീഥൈൽ ആൽക്കഹോളും അതുപോലെ തന്നെ എത്തനോയിക് ആസിഡും തമ്മിൽ എത്തനോളും എത്തനോയിക് ആസിഡ് തമ്മിൽ റിയാക്ട് ചെയ്തപ്പോൾ ഫോം ചെയ്തതാണ് ഈഥൈൽ എത്തനോയേറ്റ്. ഇതും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? വിത്ത് റിയാക്ഷൻ പറഞ്ഞു തന്നതാണ്. നിങ്ങളെല്ലാവരും എഴുതിയിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ഡയറക്റ്റ് ചോദ്യം തന്നെയാണ്, പക്ഷേ ഓർമ്മ വേണം അല്ലേ. മറന്നുപോയി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. കെമിസ്ട്രിയാണ് എഴുതി പഠിച്ചിട്ടേ കാര്യമുള്ളൂ. UPSC നെയിമാണ് പറഞ്ഞത് ഈഥൈൽ എഥനോയേറ്റ് എന്ന് പറയുന്നത്. 16ാമത്തെ ചോദ്യം നമ്മുടെ 3ാമത്തെ ചാപ്റ്റർ അല്ലേ. 2 സ്റ്റേറ്റ്മെൻറ്റ് റിഗാർഡിംഗ് എ ഷെൽ ആർ ഗിവൺ ബിലോ. ദ ലാസ്റ്റ് ഇലക്ട്രോൺ ഓഫ് ആൻ ആറ്റം ഫിൽസ് ഇൻ ടു ദ ഷെൽ വിത്ത് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ 3 അല്ലേ. അപ്പോൾ N=3. അപ്പോൾ 3 എന്ന് പറയുന്നതിനകത്താണ് ലാസ്റ്റ് ഇലക്ട്രോൺ പോയിട്ടുള്ളത്. The shell contains an electron of contains a total of 7 electrons. അപ്പോൾ 3s 2 3p എത്ര 7 അല്ലേ 3p5 ആണ്. അപ്പോൾ അവിടുത്തെ ലാസ്റ്റ് ഓർബിറ്റലിൻ്റെ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. അതായത് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇതാണ് കോൺഫിഗറേഷൻ. വേണമെങ്കിൽ മുന്നോട്ടുള്ള നിങ്ങൾക്ക് എഴുതാം. 1s2 2s2 2p6 3s2 3p5. ഓക്കെ. റൈറ്റ് ദ നെയിം ഓഫ് ദ സബ്ഷെൽ പ്രസൻറ്റ് ഇൻ ദ ഷെൽ വിത്ത് N=2. N=2 സബ്ഷെൽ ഏതൊക്കെയാണ്? എസും പിയും സബ്ഷെലാണുള്ളത്. ഹൗ മെനി ഓറിയൻറ്റേഷൻ വിൽ ബി ദെയർ ഫോർ ദ സബ്ഷെൽ വിത്ത് L=1? എല്ലിൻ്റെ വാല്യൂ വന്നു കഴിഞ്ഞാൽ ഓറിയൻറ്റേഷൻ എത്ര ഉണ്ടാവും? 3 എണ്ണം ഉണ്ടാവും അല്ലേ. 2l+1 റൂൾ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ഇതും ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞതാണ്. 2 × 1 2 + 1 3 ഓറിയൻറ്റേഷൻസ് ആയിരിക്കും അവിടെ പോസിബിൾ ആയിട്ടുള്ളത്. സെയിം ടൈപ്പ് ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു, ചോദിക്കുമെന്ന് പറഞ്ഞിരുന്നു, ചോദിച്ചു. ചോദ്യം ദ ലാസ്റ്റ് ഇലക്ട്രോൺ. ഓക്കെ. The last electron in an atom has the following quantum numbers associated with it. N=1, L=1. അപ്പോൾ 2 L1 ആകുമ്പോൾ SP 2p. പ്രസൻറ്റ് ദ ഗിവൺ സബ്ഷെൽ. ഞാൻ പഠിപ്പിച്ച കുട്ടി കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. 2p ആണ് ഉത്തരവെന്ന് പറയുന്നത്. ഇത് വല്ലതും ചോദിച്ചെഴുതിയാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. ക്വസ്റ്റ്യൻ പേപ്പറിൽ എഴുതുന്ന ശീലം നല്ലതല്ല. ഓക്കെ. ഫൈൻഡ് ദ നമ്പർ ഓഫ് ഓറിയൻറ്റേഷൻ പോസിബിൾ അല്ലേ ഫോർ ദ ഗിവൺ സബ്ഷെൽ. L=1 ആകുമ്പോൾ ഓറിയൻറ്റേഷൻ എത്രയാണ്? 3 അല്ലേ. 3 ഓറിയൻറ്റേഷൻ. വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് ഓർബിറ്റൽസ് ഇൻ ദ ഷെൽ വിത്ത് N=2? N=2 എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ എന്ത് ചോദിച്ചിട്ടുണ്ട്? നമ്പർ ഓഫ് ഓർബിറ്റൽസ് ചോദിച്ചിട്ടുണ്ട് അല്ലേ. നമ്പർ ഓഫ് ഓർബിറ്റൽസ് നമുക്ക് എന്താ തന്നിട്ടുള്ളത്? പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറാണ് തന്നിട്ടുള്ളത്. N² ആണല്ലേ. N² അല്ലേ വരുന്നത്. നോക്കിയേ. അതെ, 4 ഓർബിറ്റൽസ് ആണ്. N² 4 ഓർബിറ്റൽസ് നമുക്കവിടെ ആൻസർ ആയിട്ട് വരും. ശരി. PVC ഈസ് വൈഡ്ലി യൂസ്ഡ് പോളിമർ. സ്റ്റാർട്ടിങ് ഫ്രം ഈതൈൻ, ഹൗ വിൽ യു പ്രിപ്പയർ PVC? ഇതൊരു വൃത്തിയുടെ ചോദ്യമായി പോയെന്നാണ് ഞാൻ പറയാൻ. കാരണം PVC നിങ്ങൾ ഈ പറയുന്നൊരു മെത്തേഡ് അല്ലേ, നമ്മൾ ജസ്റ്റ് വിനൈൽ ക്ലോറൈഡിൻ്റെ പോളിമറൈസേഷൻ കാരണം PVC ഉണ്ടാകുന്ന ടെക്സ്റ്റ് ബുക്കിൽ എഴുതി വെച്ചേക്കുന്നത്. ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഈതൈനിൽ നിന്ന്. അപ്പോൾ ഈതൈനിൽ നിന്ന് ഹൈഡ്രോ ക്ലോറിനേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കും. അങ്ങനെയാണ് എന്തുണ്ടാകുന്നത്? വിനൈൽ ക്ലോറൈഡ് ഉണ്ടാകുന്നത്.
ഓക്കെ, ഈതേന് HCl ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് വിനൈൽ ക്ലോറൈഡ് ഉണ്ടാവും. അത് പിന്നീട് അഡീഷൻ പോളിമറൈസേഷൻ കാരണം PVC ആവും. അപ്പോൾ ഇത് നല്ലൊരു ടഫ് ചോദ്യമായിട്ട് വേണം കണക്കാക്കാൻ. റിയാക്ഷൻസ് ഏതൊക്കെയാണ്? ഒന്ന്, വിനൈൽ ക്ലോറൈഡ് ഫോം ചെയ്യുന്നുണ്ട്, അതാണ് നമ്മൾ ഈ പറയുന്ന ഹൈഡ്രോക്ലോറിനേഷൻ. അത് കഴിഞ്ഞിട്ട് അഡീഷൻ പോളിമറൈസേഷൻ നടന്നിട്ടാണ് റിയാക്ഷൻ ഉണ്ടാകുന്നത്. എന്തിനാണ് ഇങ്ങനത്തെ ഒരു ചോദ്യം ഇവിടെ ഇട്ടതെന്ന് എനിക്കറിയില്ല. സ്കിപ്പ് ചെയ്യാൻ ഓപ്ഷൻ ഇല്ലായിരുന്നു എന്ന് തന്നെയാണ് തോന്നുന്നത് അല്ലേ? അത് അലമ്പ് ചോദ്യമായിപ്പോയി. അലമ്പ്. 18 ഓർ ചോദ്യമാണ്. രണ്ടും കുറച്ച് പാടുള്ള ഒരു വൃത്തികെട്ട ചോദ്യങ്ങളാണ്, സമയം കളയുന്ന ചോദ്യങ്ങളാണ്. അവസാനമൊക്കെ ആകുമ്പോൾ നേരത്തെ സമയം ലാഭിക്കാത്ത കുട്ടിക്ക് ടെൻഷൻ അടിച്ച് സമയം പോകും. മോളിക്കുലർ ഫോർമുല ഓഫ് എ കോമ്പൗണ്ട് ഈസ് C4H10O. C4H10O എന്ന് പറയുന്നത് ഒരു കോമ്പൗണ്ടിൻ്റെ മോളിക്കുലർ ഫോർമുലയാണ്. വാട്ട് ആർ ദ ഫാമിലീസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് വിച്ച് ഹാസ് ദിസ് മോളിക്കുലർ ഫോർമുല? ഐസോമെറിസവുമായിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്നതാണ്. C4H10O ഏതൊക്കെ ഫാമിലിക്ക് വരാം? ആൽഡിഹൈഡിന് വരാം, കീറ്റോണിനും വരാം, അല്ലെ ആൽക്കൊക്കെ വരാം. ആൽഡിഹൈഡിന് കീറ്റോണൊന്നും, ആൽക്കഹോളിനും വരാം, ഏതിനും വരാം? ഈതറിനും വരാം. ആൽഡിഹൈഡ് അല്ലല്ലോ, മാറിപ്പോയി. റൈറ്റ് ദ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് ദ പെയർ ഓഫ് ഫങ്ഷണൽ ഐസോമേഴ്സ് ഹാവിംഗ് ദിസ് മോളിക്കുലർ ഫോർമുല. ഫങ്ഷണൽ ഐസോമറുകൾ എന്ന് വെച്ചാൽ 2 ഫങ്ഷണൽ ഗ്രൂപ്പ് വരുന്ന ഐസോമറുകളാണ് ഈ ഫോർമുല വരുന്നത്. 4 കാർബണും 10 ഹൈഡ്രജൻ ഓക്സിജനും വരുന്ന 2 എണ്ണം. ഏതൊക്കെയാണ്? ബ്യൂട്ടൈനും അതുപോലെ നമുക്ക് മെത്തോക്സി പ്രൊപ്പൈനും വരാം അല്ലേ. ആൽക്കഹോളായിട്ട് നമുക്ക് ബ്യൂട്ട് 1 കാരണം 4 കാർബൺ അല്ലേ ഉള്ളത്. 1 2 3 4 അതിലൊരു OH വന്നു. അപ്പോൾ അതുകൊണ്ട് ഇല്ലെങ്കിൽ ഇവിടുത്തെ നമ്മുടെ ഏതാണ്? ഈതറിനകത്ത് വരാം. ഏതാണ്? മെത്തോക്സി മെത്തേത്ത് പ്രൊപ്പൈൻ. ഇതാണ് അതിൻ്റെ ഉത്തരവെന്ന് പറയുന്നത്. അപ്പോൾ ഐസോമെറിസത്തിൽ പക്ഷേ ഇത് കുറച്ച് ഡയറക്റ്റ് അല്ലാത്ത ചോദ്യമായി ഇപ്പോൾ പല കുട്ടികളും കണ്ടിട്ട് ചിലപ്പോൾ എഴുതാതെ വന്നിട്ടുണ്ടാവും. റൈറ്റ് ദ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് എ പെയർ ഓഫ് പൊസിഷൻ ഐസോമേഴ്സ് ഹാവിംഗ് ദിസ് മോളിക്കുലർ ഫോർമുല. പൊസിഷൻ ഐസോമർ എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്ക് ആൽഡിഹൈഡ്, നമുക്ക് ആൽക്കഹോളിൻ്റെ തന്നെ 2 പൊസിഷൻ ഐസോമർ എഴുതാം അല്ലേ. ഒന്നാമത്തെ പൊസിഷനിൽ ലോഹിച്ചിരിക്കുന്നതും 2ാമത്തെ പൊസിഷനിൽ ഇരിക്കുന്നതും ബ്യൂട്ടൻ 1 ബ്യൂട്ടൻ 2 നമുക്ക് പൊസിഷൻ ഐസോമറുകളായിട്ട് ഇവിടെ എഴുതാം. പക്ഷേ ഒരുപാട് ചോദ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് അല്ലേ, പെട്ടെന്ന് കിട്ടത്തില്ല. റൈറ്റ് ദ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് എ പെയർ ഓഫ് മെറ്റാമർ ഹാവിംഗ് ദ മോളിക്കുലർ ഫോർമുല. മെറ്റാമർ അറിയാമല്ലോ, ബൈവാലൻറ്റിൻ്റെ അപ്പുറത്തും മാറും. കണ്ടോ, ഇവിടെ മെത്തോക്സി പ്രൊപ്പൈലും എതോക്സി ഈതൈനുമാണ് ഇവിടുത്തെ 2 എണ്ണം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഐസോമറിസത്തിൻ്റെ ചോദ്യങ്ങൾ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്തൊരു കുട്ടിക്ക് ഇത് പറ്റും, അല്ലാത്ത കുട്ടിക്ക് പെട്ടെന്ന് പറ്റത്തില്ല. ഓക്കെ, എത്ര മാർക്കാണ്? 4 മാർക്കാണ്. A+ അവിടെ പോകും അല്ലേ. C4H8 ആണ്, H6 ആണ്. H6 കണ്ണൊന്നും പിടിക്കുന്നില്ല, പ്രായമൊക്കെ ആയി. ഓക്കെ, റൈറ്റ് ദ ജനറൽ ഫോർമുല ഓഫ് ദ ഫാമിലി ടു വിച്ച് ദിസ് ഹൈഡ്രോ കാർബൺ ബിലോങ്. C4H6 എന്ന് പറയുമ്പോൾ CnH2n-2 ഫോർമുല അല്ലേ വരത്തുള്ളൂ അല്ലേ. C4H 2 × 4 8 -2 അല്ലേ. 8 ന് 6 പോയി കഴിഞ്ഞാൽ 6 അല്ലേ. അപ്പോൾ ഏതാണ്? YnE അല്ലേ, ആൽക്കൈൻ ALK YnE ആണ് നമ്മളിവിടുത്തെ കറക്റ്റ് ഉത്തരവെന്ന് പറയുന്നത്. 2, റൈറ്റ് ദ പോസിബിൾ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് ദിസ് ഹൈഡ്രോ കാർബൺ. പോസിബിൾ ആയിട്ടുള്ള സ്ട്രക്ചറൽ ഫോർമുലയെ അല്ലേ, പ്ലൂറൽ ഫോർമുല എഴുതാനാണ് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തേൽ വരാൻ ട്രിപ്പിൾ ബോണ്ട്, രണ്ടാമത്തേൽ വരാൻ ട്രിപ്പിൾ ബോണ്ട്, മൂന്നാമത്തേൽ വരാൻ ട്രിപ്പിൾ ബോണ്ട് അല്ലേ. ഇതാണ് നമുക്ക് പോസിബിൾ ആയിട്ടുള്ള ഒരു കേസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ഈ എഴുതിയിരിക്കുന്നതിൽ തെറ്റുണ്ട്, ഇതിൽ തെറ്റുണ്ട്. ഓക്കെ, ബ്യൂട്ടൈൻ അതുപോലെ ഇത് 1 2 മെത്തേത്ത് പ്രൊപ്പി ബ്യൂട്ട്. അപ്പോൾ ഇത് 2 എണ്ണല്ലേ പോസിബിൾ ആയിട്ടുള്ളൂ. മൂന്നാമത്തെ പറ്റുമോ? ഇല്ല, മൂന്നാമത്തെ ആകുമ്പോൾ സമയം പറയാം. ഇത് 2 തന്നെ ഉള്ളൂ കേട്ടോ. ഇത് 2 നോക്കണ്ട, ഞാൻ പറഞ്ഞില്ല പെട്ടെന്ന് ഉണ്ടാക്കിയ ആൻസർ കീയാണ്. അപ്പോൾ ഇതിനകത്ത് മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടാവാം. അടുത്ത C നോക്കുക. ഐഡൻറ്റിഫൈ ദ ടൈപ്പ് ഓഫ് ഐസോമെറിസം എക്സിക്യൂട്ടഡ് ബൈ ദിസ് കോമ്പൗണ്ട്. ഏതാണ്? ഇവിടെ ഡബിൾ ബോണ്ട് ട്രിപ്പിൾ ബോണ്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വരും. ഏത് ഐസോമെറിസം? അത് പൊസിഷൻ ഐസോമെറിസം ആണ് കാണിക്കുന്നത് അല്ലേ. നോട്ട് തന്നതിനകത്ത് ഞാൻ പ്രത്യേകം വേറെ കളറിൽ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ പോയിന്റ്. 4 ഹൈഡ്രജൻ ആറ്റംസ് ആർ ആഡഡ് ടു ദ മോളിക്യൂൾ. ഇതിലോട്ട് 4 ഹൈഡ്രജൻ ആറ്റം കൊടുത്തു. റൈറ്റ് ദ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് ദ പെയർ ഓഫ് ചെയിൻ ഐസോമേഴ്സ് ഫോംഡ്. എന്ന് വെച്ചാൽ ചെയിൻ ഐസോമേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന ഇപ്പോൾ ഉള്ളത് C4H6 ആണ്. ഇതിനോടൊപ്പം എത്ര ഹൈഡ്രജൻ ആറ്റം ആഡ് ആയി എന്ന് പറഞ്ഞത്? 4 ഹൈഡ്രജൻ ആറ്റമാണ് ആഡ് ആയിട്ടുള്ളത്. 4, അതായത് ഇപ്പോൾ C4H10 ആണ്. എന്ന് വെച്ചാൽ ഏതാണ്? ആൽക്കെയിൻ ആണ്. 1 2 3 4 ഇത് ഒരു ചെയിൻ. 1 2 3 ഇതും എന്ത് തന്നെയാണ്? ഇവിടുത്തെ ഒരു ചെയിൻ ഐസോമറാണ്. ചെയിൻ ഐസോമർ അല്ലേ ചോദിച്ചു? അതെ, ചെയിൻ ഐസോമറാണ്. കണ്ടോ, ഇവിടെ 4 പേര് സ്ട്രൈറ്റ് ആയിട്ട് വന്നു. മെത്ത് പ്രൊപ്പ ബ്യൂട്ടൈൻ എന്ന് പറയും. ഇവിടെ ആണെങ്കിലോ 2 മീഥൈൽ മെത്ത് പ്രൊപ്പൈൻ, 2 മീഥൈൽ പ്രൊപ്പൈൻ ആണ് ഇത് ഇവിടെ കാണിച്ചേക്കുന്നത് അല്ലേ. ഇതും രണ്ടും എന്താണ്? ചെയിൻ ഐസോമറുകളാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ചോദ്യപേപ്പർ എന്ന് പറയുന്നത്. കുറച്ച് പാടുള്ള ചോദ്യപേപ്പറായിട്ടാണ് എനിക്ക് തോന്നിയത്. എന്തായാലും നമ്മുടെ പരീക്ഷകളൊക്കെ അവസാനിച്ചു. അവധി ഞാൻ പാഴാക്കുന്നില്ല. ഞാനിപ്പോൾ തന്നെ ക്ലാസ്സുകൾ വീണ്ടും അടുത്ത ടേമിലോട്ടുള്ളത് അപ്ലോഡ് ചെയ്ത് പോവുകയാണ്. ക്ലാസ്സൊക്കെ നന്നായിട്ട് കാണുക, പഠിക്കുക. റിസൾട്ട് എന്ത് തന്നെ ആയാലും കുഴപ്പമില്ല. ഇനി നമുക്കുള്ളത് ഇനി അങ്ങോട്ടുള്ള സമയം നമ്മൾ നോക്കിയാൽ മതി.
സോ അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കായിട്ട് കാണാം.